ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ടൊമാറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതൊരല്പം വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ ഫ്രൈ ആണ്. ആദ്യം തന്നെ ഒട്ടും പുളിയില്ലാത്ത ഒരു 4 തക്കാളി അത് കഴുകി 8 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. കഷ്ണങ്ങൾ വലുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് 4 സവാളയാണ്. അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ടൊമാറ്റോ ഫ്രൈ റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുക്, അത് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടിക്കാത്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞതും 2-3 ഉണക്കമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 പിടി കറുത്ത മുന്തിരിങ്ങയാണ്, ഉണക്കമുന്തിരിങ്ങ. ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരി എണ്ണയിൽ കിടന്നൊന്ന് വീർത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി അതിനൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി ആ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും എല്ലാം പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ആദ്യം പറഞ്ഞ പോലെ ഈ തക്കാളി അരിയുന്നത് ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞു ചേർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ടൊമാറ്റോ ഫ്രൈ നമുക്ക് ഉദ്ദേശിച്ച അത്ര ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എരിവിന് 2-3 പച്ചമുളക് കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം. ഒരല്പം കറിവേപ്പിലയോ മല്ലിയിലയോ കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ്, പുളി, മധുരം എല്ലാം ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ചൂടോട് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം ചൂടോടെ വിളമ്പാവുന്നതാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ നല്ല രുചിയുള്ളൊരു തക്കാളി ഫ്രൈ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.